ഇസ്രായേൽ ആക്രമണത്തിൽ പ്രയാസമനുഭവിക്കുന്ന ഗസയിലെ ജനങ്ങൾക്ക് സഹായവുമായി UAE-യിലെ ഫുജൈറയിൽ നിന്ന് പുതിയ കപ്പൽ പുറപ്പെട്ടു. ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തേക്കാണ് കപ്പൽ യാത്ര തിരിച്ചത്. 5000-ലേറെ ടൺ അവശ്യ ഉൽപ്പന്നങ്ങളാണ് കപ്പലിൽ ഉള്ളത്. 4750 ടൺ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, 590 ടൺ താൽക്കാലിക ടെന്റുകൾ എന്നിവയാണ് ഗസ നിവാസികൾക്കായി കപ്പൽ മാർഗം അയച്ചിരിക്കുന്നത്. UAE-യിൽ നിന്ന് കപ്പൽ മാർഗം അയക്കുന്ന ഏറ്റവും വലിയ ജീവകാരുണ്യ ഉൽപ്പന്ന ശേഖരം കൂടിയാണിത്. ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തേക്ക് നേരത്തെ 3 കപ്പലുകളിലായി UAE ജീവകാരുണ്യ ഉൽപ്പന്നങ്ങൾ കൈമാറിയിരുന്നു. മാർച്ച് മാസം അയച്ച 3ാമത് കപ്പലിൽ 4630 ടൺ ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഫുജൈറ റെഡ് ക്രസന്റ് ബ്രാഞ്ച് മേധാവി അബ്ദുല്ല സയ്യിദ് അൽ ദൻഹാനി കപ്പലിൽ സന്ദർശനം നടത്തി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ആവിഷ്കരിച്ച ഗാലൻ നൈറ്റ് 3 പദ്ധതിയുടെ ഭാഗമായാണ് UAE-യുടെ ഗസ ജീവകാരുണ്യ പ്രവർത്തനം. ദുരിതമനുഭവിക്കുന്ന ഗസ നിവാസികൾക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ ഇനിയും നീക്കം തുടരുമെന്ന് UAE അധികൃതർ വ്യക്തമാക്കി. മീഡിയ 1 ദുബൈ. സെൻട്രൽ ഗസയിലെ UN റിലീഫ് ഏജൻസി സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ കുവൈത്ത് അപലപിച്ചു. UN അഫിലിയേറ്റഡ് കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഐക്യരാഷ്ട്രസഭയെയും സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളെയും അവഹേളിക്കുന്ന നിലപാടാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഫലസ്തീനെതിരായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോടും സുരക്ഷാ കൗൺസിലിനോടും കുവൈത്ത് ആവശ്യപ്പെട്ടു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇറാഖ് ആഭ്യന്തരമന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അബ്ദുൽ അമീർ അൽ ഷമ്മാരി കുവൈത്തിലെത്തി. ഇറാഖും കുവൈത്തും തമ്മിലുള്ള സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. നേരത്തെ ഒപ്പുവെച്ച ധാരണാപത്രവും സുരക്ഷാ സഹകരണവും നടപ്പാക്കലും സന്ദർശനത്തിന്റെ ലക്ഷ്യമാണ്. കുവൈത്ത് അമീർ, കിരീടാവകാശി, പ്രധാനമന്ത്രി എന്നിവരുമായി അബ്ദുൽ അമീർ അൽ ഷമ്മാരി കൂടിക്കാഴ്ചകൾ നടത്തി. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസ്സബാഹ് അബ്ദുൽ അമീർ അൽ ഷമ്മാരിയെയും പ്രതിനിധി സംഘത്തെയും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. എയർ കേരള എന്ന പേരിൽ വിമാന സർവീസ് പ്രഖ്യാപിച്ച് ദുബൈയിലെ മലയാളി വ്യവസായികൾ സെറ്റ് ഫ്ലൈ ഏവിയേഷന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി സംരംഭകർ ദുബൈയിൽ അറിയിച്ചു. ആഭ്യന്തര സർവീസ് തുടങ്ങുന്നതിനാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ NOC ലഭിച്ചതെന്ന് സെറ്റ് ഫ്ലൈ ഏവിയേഷൻ കമ്പനി ചെയർമാൻ അഫി അഹമ്മദ്, വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട എന്നിവർ അറിയിച്ചു. ഭയങ്കര ഒരു ഹാപ്പിയായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം ഒരു സന്തോഷം. കാരണം 19 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു, അല്ലെങ്കിൽ സാധിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇതിന് മുന്നോട്ട് വന്നത്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ അതിൻ്റെ നോബ്ജക്ഷൻ നമുക്ക് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ 3 എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് തുടങ്ങും. ഇപ്പം അടുത്ത 25 തുടങ്ങും. അത് 26 ആകുമ്പോഴേക്കും നമുക്ക് ഇന്റർനാഷണലിലേക്ക് തുടങ്ങാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും. ഏറ്റവും ഭാരം ഉള്ളൊരു സംഗതിയാണ് ഇവിടുന്ന് വിദേശത്തുള്ള പ്രവാസികൾക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാമെന്നുള്ള അതിന് ചെറുതായിട്ടൊരു റിലാക്സേഷന് അല്ലെങ്കിൽ ഒരു കഴിവ് കൊടുക്കാൻ, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ ആദ്യ സർവീസ് തുടങ്ങാനാണ് നീക്കം. തുടക്കത്തിൽ ടയർ 2, ടയർ 3 നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ്. ഇതിനായി 3 ATR 72-660 വിമാനങ്ങൾ ഉപയോഗിക്കുമെന്നും സംരംഭകർ പറഞ്ഞു. 20 വിമാനങ്ങൾ ലഭ്യമാകുന്നതോടെ വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ സാധിക്കുമെന്നും ബന്ധപ്പെട്ടവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. മീഡിയ 1 ദുബൈ. അടിക്കടി സർവീസുകൾ റദ്ദാക്കി യാത്രക്കാരെ വലക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് നീക്കത്തിനെതിരെ പ്രത്യക്ഷ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ KMCC-യും മുസ്ലിം ലീഗും. ഈ മാസം 13-ന് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുമ്പാകെ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ നാട്ടിലുള്ള മുഴുവൻ KMCC പ്രവർത്തകരും പങ്കെടുക്കണമെന്ന് കോഴിക്കോട്ടെ മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. തൊഴിൽ വിസ നടപടികൾ 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. തൊഴിലാളികൾ ഖത്തറിലെത്തി 1 മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ 10,000 റിയാൽ വരെ പിഴ ചുമത്തും. തൊഴിലാളികളുടെ ഖത്തറിലേക്കുള്ള വരവ്, വിസ നടപടികൾ, തിരിച്ചുപോക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് അധികൃതരെ ബന്ധപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം തൊഴിലുടമയ്ക്കാണ്. വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ വൈകുന്ന ഓരോ ദിവസത്തിനും 10 ദിനാർ വീതം പിഴ നൽകേണ്ടി വരും. കുവൈത്തിൽ വിദേശ സന്ദർശകർ വർദ്ധിക്കുന്നു. വിസിറ്റിംഗ് വിസ ചട്ടങ്ങൾ സർക്കാർ ഉദാരമാക്കിയതോടെയാണ് രാജ്യത്തെ സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയത്. കുവൈത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അനുവദിച്ചത് 8,700 സന്ദർശന വിസകൾ. ആഭ്യന്തര മന്ത്രാലയം വിസ നിയമത്തിലെ ചട്ടങ്ങൾക്ക് മാറ്റം വരുത്തിയതോടെ 100 കണക്കിന് അപേക്ഷകളാണ് ദിനംപ്രതി ലഭിക്കുന്നത്. ബിസിനസ് വിസിറ്റ് വിസകളും ഫാമിലി വിസിറ്റ് വിസകളും ടൂറിസ്റ്റ് വിസിറ്റ് വിസകളുമാണ് രാജ്യത്ത് അനുവദിക്കുന്നതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ റെസിഡൻസി അഫയേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മസീദ് അൽമുതൈരി പറഞ്ഞു.
വിസ അപേക്ഷകർ രാജ്യത്തെ വ്യവസ്ഥകൾ പാലിക്കണം. നിലവിൽ 15 മുതൽ 30 മിനിറ്റിനുള്ളിൽ സന്ദർശന വിസ അനുവദിക്കുന്നുണ്ട്. രാജ്യത്ത് പ്രവേശിക്കുന്ന മിക്ക സന്ദർശകരും വിസ കാലയളവിൽ തന്നെ തിരികെ പോകുന്നതായി അദ്ദേഹം പറഞ്ഞു. സന്ദർശകൻ വിസ കാലാവധി പാലിക്കാത്തപ്പോൾ സർക്കാർ ഏകീകൃത ആപ്പായ സഹൽ വഴി സ്പോൺസർമാർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. തുടർന്ന് 5 മുതൽ 7 ദിവസങ്ങൾക്ക് ശേഷവും സന്ദർശകർ കുവൈത്തിൽ തുടരുകയാണെങ്കിൽ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സ്പോൺസറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ആജീവനാന്ത വിലക്കും ഫൈൻ അടക്കമുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അമേരിക്ക, ബ്രിട്ടൻ, തുർക്കി, ജോർദാൻ, ഈജിപ്ത്, ഇന്ത്യ, സിറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതൽ സന്ദർശകരും. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഇ-കൊമേഴ്സ് മേഖലയിൽ 17% വളർച്ച നേടി സൗദി അറേബ്യ. ഈ വർഷത്തെ 2ാം സാമ്പത്തിക പാദത്തിലേതാണ് കണക്ക്. വാണിജ്യ മന്ത്രാലയത്തിന്റേതാണ് റിപ്പോർട്ട്. ഇ-കൊമേഴ്സ് മേഖലയിൽ നൽകുന്ന വാണിജ്യ റെക്കോർഡുകളുടെ എണ്ണത്തിലാണ് വർധന. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 5000-ഓളം റെക്കോർഡുകളാണ് ഈ വർഷം അധികമായി നൽകിയിട്ടുള്ളത്. റിയാദ് നഗരമാണ് ഇ-കൊമേഴ്സ് മേഖലയിൽ വളർച്ചയിൽ ഒന്നാമത്. മക്ക, കിഴക്കൻ പ്രവിശ്യ, മദീന, അൽഖാസിം തുടങ്ങിയ പ്രദേശങ്ങളിലും വർധനവുണ്ടായിട്ടുണ്ട്. വിഷൻ 2030 ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇ-കൊമേഴ്സ് മേഖലയിലെ വളർച്ച. ഇക്കണോമിക് പേയ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെക്നിക്കൽ സൊല്യൂഷനുകൾ, ഇലക്ട്രോണിക് മാർക്കറ്റുകൾ, ലോജിസ്റ്റിക്കൽ സൊല്യൂഷനുകൾ, ഇ-സ്റ്റോർ ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഇ-കൊമേഴ്സിന്റെ സേവനങ്ങളാണ്. പരമ്പരാഗത വാണിജ്യത്തിൽ നിന്ന് ഇ-കൊമേഴ്സിലേക്ക് സംരംഭകരെ കൊണ്ടുവരാനായി നിരവധി പദ്ധതികളും മന്ത്രാലയം നടപ്പിലാക്കുന്നുണ്ട്. സംരംഭകന്റെയും ഉപഭോക്താവിന്റെയും വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും സുതാര്യമാക്കാനും ദേശീയ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിക്കാനും ഇ-കൊമേഴ്സ് മേഖലയിലെ മുന്നേറ്റം കൊണ്ട് കഴിയുമെന്നാണ് കരുതുന്നത്. മീഡിയ 1 റിയാദ്. സൗദിയിലെ ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അനുവദിച്ച 25% ഇളവ് 30 ദിവസത്തിനകം അവസാനിക്കും. കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചടക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. ഈ വർഷം ഏപ്രിൽ 18 വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് 50% വരെ ഇളവാണ് നിലവിലുള്ളത്. അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് 25% ഇളവുമുണ്ട്. ഇത് ട്രാഫിക് വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിയമലംഘനങ്ങൾക്കുള്ള ഇളവ് ഉപയോഗപ്പെടുത്താൻ 30 ദിവസത്തിനകം ഇവ അടയ്ക്കണം. അടയ്ക്കാത്തവർക്ക് ഇളവ് ലഭിക്കില്ല. പണമടയ്ക്കാനുള്ള സമയപരിധി വർദ്ധിപ്പിക്കാൻ അബ്ഷിർ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാനും സൗകര്യമുണ്ട്. ഇതിനായി ട്രാഫിക് നിയമലംഘനങ്ങൾ അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടൽ എന്ന പ്രത്യേക ഓപ്ഷൻ അബ്ഷിറിൽ നൽകിയിട്ടുണ്ട്. പരമാവധി 90 ദിവസം വരെയാണ് പിഴ ഒടുക്കാനുള്ള കാലപരിധി. ഇതിനകം പിഴ ഒടുക്കാത്തവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കും. റോഡുകളിൽ അഭ്യാസം കാണിക്കുക, പരമാവധി വേഗത്തിന്റെ 30 കിലോമീറ്റർ അധിക സ്പീഡിൽ വാഹനമോടിക്കുക, മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ച് വാഹനമോടിക്കുക എന്നിവ ഇളവിൽ പെടില്ല എന്ന് നേരത്തെ ട്രാഫിക് വിഭാഗം അറിയിച്ചിരുന്നു. മീഡിയ 1 ജിദ്ദ. അജ്മാനിൽ നിന്ന് അബുദാബിയിലേക്ക് നാളെ മുതൽ കൂടുതൽ ബസ് സർവീസ് ആരംഭിക്കുമെന്ന് അജ്മാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മുസല്ല ബസ് സ്റ്റേഷനിൽ നിന്ന് അബുദാബി ബസ് സ്റ്റേഷനിലേക്കാണ് പുതിയ 4 സർവീസുകൾ. അജ്മാനിൽ നിന്ന് രാവിലെ 7 മുതൽ രാത്രി 7 വരെയും അബുദാബിയിൽ നിന്ന് രാവിലെ 10 മുതൽ രാത്രി 9:30 വരെയും സർവീസ് ഉണ്ടാകും. ദിവസം 4 ട്രിപ്പാണ് അബുദാബിയിലേക്കുണ്ടാവുക. രാവിലെ 7, 11, വൈകുന്നേരം 3, രാത്രി 7 എന്നീ സമയങ്ങളിലാണ് അജ്മാനിൽ നിന്ന് ബസ് പുറപ്പെടുന്നത്. 35 ദിർഹമാണ് യാത്രാ നിരക്ക്. മസാർ കാർഡ് ഉപയോഗിച്ച് പണമടയ്ക്കാം. കഴിഞ്ഞ മാസം നിർത്തിവെച്ച അജ്മാൻ ബസ് ഓൺ ഡിമാൻഡ് സേവനങ്ങൾ പുനരാരംഭിച്ചതായി അതോറിറ്റി അറിയിച്ചു. രാവിലെ 6-ന് ആരംഭിക്കുന്ന ബസ് ഓൺ ഡിമാൻഡ് സേവനങ്ങൾ രാത്രി 11 വരെ ലഭ്യമായിരിക്കും. മീഡിയ 1 അജ്മാൻ. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഖത്തറും. നാറ്റോയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് വാഷിംഗ്ടൺ DC-യിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്കാണ് ഖത്തറിന് ക്ഷണം ലഭിച്ചത്. 2022-ലാണ് ഖത്തറിനെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷിയായി അമേരിക്ക പ്രഖ്യാപിച്ചത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ നടന്ന കൂടിക്കാഴ്ചയിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രധാന സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ ഖത്തറിനെ നാറ്റോ ഇതര സഖ്യരാജ്യ പദവിയിലേക്ക് നിർദ്ദേശിച്ചത്. അമേരിക്കയുമായി നയതന്ത്ര സാമ്പത്തിക മേഖലകളിലെ അടുത്ത ബന്ധത്തിന്റെ പ്രതീകമായാണ് പ്രധാന നാറ്റോ ഇതര സഖ്യ പദവി നൽകുന്നത്. പ്രധാന നാറ്റോ ഇതര സഖ്യങ്ങളുടെ പട്ടികയിലെ 19ാമത്തെ രാജ്യമാണ് ഖത്തർ. കുവൈത്തിനും ബഹ്റൈനും ശേഷം ഗൾഫ് മേഖലയിലെ US-ന്റെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷിയായി മാറുന്ന 3ാമത്തെ രാജ്യവും. നാറ്റോ ഇതര സഖ്യരാജ്യമായ ശേഷം ആദ്യമായാണ് നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഖത്തറിന് ക്ഷണം ലഭിക്കുന്നത്. ചൊവ്വാഴ്ച വാഷിംഗ്ടൺ DC-യിൽ ആരംഭിക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ ഈജിപ്ത്, ജോർദാൻ, ടുണീഷ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളും പങ്കെടുക്കും. നാറ്റോ അംഗരാജ്യങ്ങൾ ഉൾപ്പെടെ 31 രാജ്യങ്ങൾക്കാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം ലഭിച്ചത്.
നാറ്റോ അംഗമല്ലാത്തതിനാൽ ഉച്ചകോടിയിലെ ഔദ്യോഗിക മീറ്റിംഗുകളിൽ ഖത്തർ പങ്കെടുക്കില്ല. മറ്റു പരിപാടികളുടെയും ചർച്ചകളുടെയും ഭാഗമാകും. മീഡിയ 1 ദോഹ. വൻ തുകയുടെ നിക്ഷേപ പദ്ധതികളുമായി ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി. അടുത്ത 10 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വിപുലമായ പദ്ധതികളാണ് ദുബായ് ആവിഷ്കരിച്ചു വരുന്നത്. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ദുബായ് തീരുമാനം. 10 വർഷത്തിനിടെ ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ആകർഷിച്ചത് 43.6 ശതകോടി ദിർഹത്തിന്റെ നിക്ഷേപം. ദുബായ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതോറിറ്റി അധികൃതരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വതന്ത്ര വൈദ്യുതി ജല ഉൽപാദന മാതൃകകളിലൂടെയാണ് ശതകോടികളുടെ നിക്ഷേപം ആകർഷിക്കാനായത്. ദുബായ് എമിറേറ്റിൽ വൈദ്യുതി ജല ഉൽപാദനത്തിനായി ദ്വീപ് അവതരിപ്പിച്ച ആദ്യ മാതൃകാ പദ്ധതിയാണ് IPWP. സൗരോർജ്ജ പദ്ധതികൾക്കാണ് ദുബായ് പ്രധാനമായും ഇപ്പോൾ ഊന്നൽ നൽകി വരുന്നത്. ഹരിത സാമ്പത്തിക വ്യവസ്ഥയുടെ ആഗോള കേന്ദ്രമായി ദുബൈയെ മാറ്റുകയെന്ന നയത്തിന്റെ ഭാഗം കൂടിയാണ് പദ്ധതികൾ. സ്വതന്ത്ര ഊർജ്ജ ഉൽപാദനം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സോളാർ പാർക്കിന്റെ പദ്ധതികളിൽ പങ്കെടുക്കാൻ അന്താരാഷ്ട്ര നിക്ഷേപകരെയും ഡെവലപ്പർമാരെയും ദുബായ് പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. മീഡിയ 1 ദുബായ്. ഗൾഫ് മേഖലയിലേക്ക് കഴിഞ്ഞ വർഷം വന്ന വിദേശ നിക്ഷേപങ്ങളിൽ 60% UAE-യിലേക്കെന്ന് റിപ്പോർട്ട്. അറബ് വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലൈമറ്റ് കമ്പോണന്റ് സൂചികയിലാണ് ഇക്കാര്യം അറിയിക്കുന്നത്. 1216 പുതിയ പദ്ധതികളാണ് വിദേശത്ത് നിന്ന് കഴിഞ്ഞ വർഷം UAE-യിലെത്തിയത്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ താപനിലയിൽ ഗണ്യമായ വർധനവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പല ഭാഗങ്ങളിലും താപനില 50 ഡിഗ്രി സെൽഷ്യസ് കവിയും. വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ അറിയിച്ചു. നമ്പയോ ഹെൽത്ത് കെയർ റാങ്കിങ്ങിൽ ഖത്തറിന് മുന്നേറ്റം. 2 സ്ഥാനം മെച്ചപ്പെടുത്തി ഖത്തർ 17ാം സ്ഥാനത്തെത്തി. ആരോഗ്യമേഖലയിലെ സംവിധാനങ്ങളുടെ ഗുണമേന്മയും കാര്യക്ഷമതയും വിലയിരുത്തിയാണ് ഓൺലൈൻ ഡാറ്റാബേസായ നമ്പയോ പട്ടിക തയ്യാറാക്കിയത്. മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ പട്ടികയിൽ ആദ്യ 20-ൽ ഇടം പിടിച്ച ഏക രാജ്യമാണ് ഖത്തർ. 100-ൽ 73.3 പോയിന്റാണ് ഖത്തറിന്റെ ആരോഗ്യമേഖല നേടിയത്. തായ്വാനാണ് 1ാം സ്ഥാനത്ത്. ദക്ഷിണ കൊറിയ, ഫ്രാൻസ്, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ. ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സിലും ഖത്തർ ആദ്യ 20-ലുണ്ട്. രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമൊരുക്കിയ അത്യാധുനിക സംവിധാനങ്ങളാണ് ഹെൽത്ത് കെയർ റാങ്കിങ്ങിൽ മികച്ച നേട്ടം സ്വന്തമാക്കാൻ ഖത്തറിനെ സഹായിച്ചത്. ഖത്തറിലെ പൊതു സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ സംവിധാനങ്ങളിൽ മലയാളികളുടെ വലിയ സാന്നിധ്യമുണ്ട്. മീഡിയ 1 ദോഹ. കുവൈത്തിൽ വിദേശികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ആശുപത്രികൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഹോസ്പിറ്റൽസ് കമ്പനി ചെയർമാൻ ഹമ്മദ് അൽ ബാസം. സംവിധാനം നിലവിൽ വരുന്നതോടെ ആരോഗ്യരംഗത്തെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. 660 കിടക്കകളുള്ള ആശുപത്രികളും 7 ആരോഗ്യ കേന്ദ്രങ്ങളുമാണ് വിവിധ ഗവർണറേറ്റുകളിലായി നിർമ്മിച്ചത്. ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിനുമുള്ള അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഹുസൈൻ അൽ സയേഖ് പറഞ്ഞു. വിദ്വേഷ പ്രചാരണം നടത്തുകയും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്ത കേസിൽ ഖത്തറിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ രാജ്യദ്രോഹം, വിദ്വേഷം, വംശീയത എന്നിവ വെച്ചു പൊറുപ്പിക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടവേള. മിഡിൽ ഈസ്റ്റ് അവർ തുടരുന്നു. UAE-യിലെ മുതിർന്ന ഇന്ത്യൻ പ്രവാസി വ്യവസായി റാം ബുക്സാനി ദുബായിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ജനിച്ച റാം ബുക്സാനി 1959-ലാണ് ദുബായിലെത്തിയത്. ITL കോസ്മോസ് ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. ഇൻഡസ് ബാങ്ക് ഡയറക്ടർ, ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാൻ, ഓവർസീസ് ഇന്ത്യൻ എക്കണോമിക് ഫോറം സ്ഥാപക ചെയർമാൻ തുടങ്ങി വിവിധ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ വ്യവസായികളുടെ കാരണവരായി അറിയപ്പെടുന്ന റാം ബുക്സാനി എഴുത്തുകാരനും നാടക നടനുമാണ്. 28 നാടകങ്ങളിൽ വേഷമിട്ടു. ടേക്കിംഗ് ദ ഹൈ റോഡ് ആണ് ആത്മകഥ. പ്രവാസി വ്യവസായി റാം ബുക്സാനിയുടെ വിയോഗത്തിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ സ്ഥാപക ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അനുശോചിച്ചു. ദീർഘകാലം ദുബായിൽ ജീവിച്ച റാം ബുക്സാനി ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതായി ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. മസ്കറ്റിൽ ഉച്ചവിശ്രമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് 49 കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രാലയം അധികൃതർ. ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്ന് 1 മാസത്തിനിടെയാണ് ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
മസ്കത്തിൽ തൊഴിൽ മന്ത്രാലയം അധികൃതർ 143 ഫീൽഡ് സന്ദർശനങ്ങളും തൊഴിലുടമകൾക്കും ജീവനക്കാർക്കുമായി 72 ബോധവൽക്കരണ സെഷനുകളും നടത്തി. മുസന്തത്തിൽ നടത്തിയ 45 ഫീൽഡ് സന്ദർശനത്തിൽ 15 കമ്പനികൾക്ക് തൊഴിൽ മന്ത്രാലയം പിഴ ചുമത്തി. ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരമാണ് ജൂൺ മുതൽ ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത്. ഇതുപ്രകാരം പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. തൊഴിലാളികളുടെ ആരോഗ്യ, തൊഴിൽ സുരക്ഷയും മറ്റും പരിഗണിച്ചാണ് അധികൃതർ മധ്യാഹ്ന അവധി നൽകുന്നത്. ഉച്ചവിശ്രമ നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. 500 റിയാലിൽ കുറയാത്തതും 1000 റിയാലിൽ കൂടാത്തതുമായ പിഴയും ചുമത്തും. തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി എല്ലാ നിർമ്മാണ, തുറസായ സ്ഥലങ്ങളിൽ ഉച്ചസമയങ്ങളിൽ ജോലി നിർത്തിവെക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ റുമാ താഴ്വരയിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ വിപുലമായ അന്വേഷണം തുടങ്ങി. തീപിടുത്തം പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും അണച്ചതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അൽബാഹ ഗവർണറേറ്റിലെ റുമാ താഴ്വരയിൽ വൻ തീപിടുത്തമുണ്ടായത്. ശക്തമായ തീപിടുത്തത്തിൽ പ്രദേശത്തെ നിരവധി മരങ്ങൾ കത്തിനശിച്ചതായി പ്രാദേശിക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തീപിടുത്തത്തിന് കാരണങ്ങൾ ഇനിയും വ്യക്തമല്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് സ്ഥിരീകരിച്ചിരുന്നു. ഉയർന്ന താപനിലയാണ് തീപിടുത്തത്തിന് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ജൈവവൈവിധ്യങ്ങൾ കൊണ്ട് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ തീപിടുത്തം വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അൽബഹ മേഖല അമീർ ഡോക്ടർ ഹുസാം ബിൻ സൗദ് ബിൻ അബ്ദുൽ അസീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണമാണ് തുടങ്ങിയത്. അൽ ഖസീം, അൽ റാസ എന്നിവിടങ്ങളിൽ നിന്നുള്ള സിവിൽ ഡിഫൻസ് സംഘങ്ങൾ സംയുക്തമായി നടത്തിയ തീയണക്കൽ ശ്രമങ്ങളാണ് ആളപായങ്ങളോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിലെ ഫർവാനിയയിൽ തീപിടുത്തത്തിൽ 5 പേർ മരിച്ച സംഭവത്തിൽ പ്രവാസിക്കെതിരെ കേസെടുത്തു. നരഹത്യാ കുറ്റം ചുമത്തിയാണ് കേസ്. കഴിഞ്ഞ ദിവസമാണ് വിഷപ്പുക ശ്വസിച്ച 2 കുട്ടികളും 3 മുതിർന്നവരുമടക്കം സിറിയൻ കുടുംബത്തിലെ 5 പേർ മരിച്ചത്. ഫ്ളാറ്റിൽ തീ പിടിക്കുകയും പുക തൊട്ടടുത്തുള്ള ഫ്ളാറ്റിലേക്ക് പടരുകയുമായിരുന്നു. ദുബൈയിൽ 3 ഇന്ത്യക്കാരെ വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി. രാജസ്ഥാൻ ഉദയ്പൂർ സ്വദേശികളാണ് മരിച്ചത്. ദുബൈയിലെ ക്ലീനിംഗ് കമ്പനി തൊഴിലാളികളായ രാംചന്ദ്ര, പരശ്രാം ഗർജാർ, ശ്യാംലാൽ ഗുർജർ എന്നിവരെയാണ് താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന മൂവരെയും രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ ദുബായ് പോലീസ് മോർച്ചറിയിലേക്ക് മാറ്റി. തനിമ ഖത്തർ ബഷീർ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. മാംഗോസ്റ്റിൻ ചുവട്ടിൽ എന്ന പേരിൽ നടത്തിയ പരിപാടി ICC പ്രസിഡന്റ് AP മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. CIC വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. MT നിലമ്പൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KMCC ഖത്തർ തളിക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ഇശൽ തീരം എന്ന പേരിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. KMCC സംസ്ഥാന ട്രഷറർ PSM ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹ്സിൻ തളിക്കുളം അധ്യക്ഷത വഹിച്ചു. ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ മുഖ്യാതിഥിയായി. SAM ബഷീർ, ബാസ്മ സത്താർ, യൂനസ് വാടാനപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കുവൈത്ത് കേരള ഇസ്ലാഹി സെന്റർ വെക്കേഷൻ ക്യാമ്പയിന് തുടക്കം. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് ക്യാമ്പയിൻ. റിഗ യൗക്കാഫ് ഓഡിറ്റോറിയത്തിൽ ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി സുനാഷ് ഷുക്കൂർ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മദ് അസ്ലം കാപ്പാട് അധ്യക്ഷത വഹിച്ചു. PN അബ്ദുറഹ്മാൻ, അബ്ദുൽ ലത്തീഫ്, സമീർ അലി എന്നിവർ സംസാരിച്ചു. ഒമാനിലെ സുഹാറിലുണ്ടായ വാഹനാപകടത്തിൽ കോഴിക്കോട് സ്വദേശി മരിച്ചു. പയ്യോളി തറയുള്ളതിൽ മമ്മദാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി സുഹാർ സഫീർ മാളിന് സമീപമായിരുന്നു അപകടം. നാട്ടിൽ പോകുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ വാങ്ങിക്കാനായി പുറത്തിറങ്ങിയതായിരുന്നു അദ്ദേഹം. സുഹാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇനി ഇന്നത്തെ താപനില നോക്കാം. ദോഹ കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി 33-47, മനാമ 31-45, ദുബായ് 33-43, അബുദാബി 31-43 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ കറൻസി വിനിമയ നിരക്ക്.
സൗദി റിയാൽ 22 രൂപ 25 പൈസ, UAE ദിർഹം 22 രൂപ 72 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 93 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 82 പൈസ, കുവൈത്ത് ദിനാർ 272 രൂപ 68 പൈസ, ബഹ്റിൻ ദിനാർ 221 രൂപ 42 പൈസ.